ഓക്കെ, നമുക്ക് പക്ഷേ മുല്ലപ്പെരിയാറിലെ സാഹചര്യം എന്താണെന്ന് നോക്കണം. അവിടെ ജലനിരപ്പിൽ മാറ്റമില്ല. 136.4 അടിയായി ജലനിരപ്പ് തുടരുകയാണ്. 360 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. രാഹുൽ സുരേഷുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ ജലനിരപ്പ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഈ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് താഴ്ത്തിയേക്കുമെന്ന വിവരവും ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് വിനീത. കഴിഞ്ഞ 2 ദിവസമായി പൊതുവെ ഇടുക്കിയിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് പലയിടങ്ങളിലും നേരിയ മഴയൊക്കെ ലഭിച്ചത്. പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തുടർച്ചയായ 2 ദിവസമായി ഈ ജലനിരപ്പ് 136.4 അടി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് 4ാം ദിനവും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നും 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 360 ഖനിയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ 136.3 അടി വെള്ളമാണ് മുല്ലപ്പെരിയാറിലെ പരമാവധി സംഭരണ ശേഷി. 2500 ഖനിയടി വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിൽ 2100 ഖനിയടി വെള്ളവും തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യം കൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടെ ഈ സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്താനാണ് സാധ്യത. ഇന്നലെ രാത്രിയിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ് 136.4 അടി എന്ന വെള്ളം. ഒരുപക്ഷെ ഇപ്പോൾ 12 മണിക്കൂറൊക്കെ പിന്നിടുമ്പോൾ ഒരുപക്ഷെ ആ വെള്ളം 1.10 അടി വെള്ളം താഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് മഴ മാറി നിൽക്കുകയാണെങ്കിൽ, വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരുപക്ഷെ സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്താനാണ് സാധ്യത. വിനീത, ശരി, എന്തായാലും രാഹുൽ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായി എത്താം.